എടുക്കോട്ടെ, നിന്നൊരു ആപ്പസായിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്നെവിടെ പോയി? എടി എവിടെ പോയെന്ന്. ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി, വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയല്ല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൺമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, അയ്യോ എന്നാ പറ്റി ചായ? അങ്ങോട്ട് എന്നാ പറ്റിയതാ? അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. അയ്യോ, ഏതാണ്ടും കുത്തിക്കേറിയതാ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇയാൾ എങ്ങനെയാ വീണേ? അത് വല്യമ്മച്ചി, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണുമേ കളിയാ. ഞാണ് പൊട്ടി ആള് വീണു. മേരി, നീ പോയി ചാൻ ഷർട്ട് എടുത്തുവാ. എന്നാത്തിനാടാ? ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തു പോവാ. ഒന്ന് പോടാവേ. ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി. അയ്യേ, അത് മുറിവേലോട്ട് വെച്ച് ഒരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും. എന്നാലും തിരക്കില്ലാത്ത വേദന ഉണ്ട്. എടാ കുട്ടപ്പായി, ചാണ്ടിച്ചായനെ കാണാനില്ലല്ലോ. നീ ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കിയേ. ചിലപ്പോ ഉണരാൻ ലേറ്റ് ആയി കാണണ്ട. ആര് ചാണ്ടിച്ചായനോ? പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുമ്പോ ചാണ്ടിച്ചായൻ റെഡിയാ. അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ല. എടാ അവ അതിന് നമ്മൾ ചാണ്ടിച്ചായന്റെ ദേഹത്തോട്ടല്ലോ കളിക്കുന്നേ. ചാണ്ടിച്ചായൻ വിശ്രമിക്കട്ടാ. ചാണ്ടിച്ചായൻ വിശ്രമിക്കട്ടാ. അപ്പോഴേ മേരി, ഈ ചായന്റെ കൈക്ക് മുറിവ് പറ്റിയാരും നീ ആനപ്പനോട് മറ്റും പറയണ്ട കേട്ടോ. എന്നാ കാര്യം? ഈ ചായൻ തന്നെ പറഞ്ഞത്. ഈ ചായന്റെ ദേഹത്ത് ഇത്തിരി മണ്ണായെന്ന് കേട്ടാ മതി. 3 പേർക്ക് പിന്നെ അത് മതി ബഹളത്തിന്. കാര്യം വഴക്കും വെക്കാണോ തല്ലൊക്കെ ആണെങ്കിലും പരസ്പരം എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അത് നേരാ. അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ 3 ആള് അലച്ചു തല്ലി ഇങ്ങ് പോരുവോ? ആരാ അവിടെ? ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവശിക്കുട്ടിയല്ലോ. നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന്റെ മുമ്പിൽ കിടന്നൊരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടകയ്ക്കോ? എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളൊന്ന് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മ ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസുട്ടിച്ചായ? അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്ന സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല. എന്റെ മേത്തിന് ചിന്തെങ്കിൽ ചിലപ്പോ ജീപ്പ് തവിട് പൊടിയായനെ. നെകളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല. പിന്നെ നിനക്ക് പിന്നെ എന്നാ വേണ്ടേ? ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. ആനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം 3-4 ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. അതേ പോണു ബക്കറ്റും പിടിച്ച്. വെടിവെച്ചാ
മനുഷ്യന്മാര് ചാവോ ദേവസൂട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ? നീ എടുത്തോ. നീ ഇവിടെ നിൽക്കായിരുന്നല്ലേ? എന്നതാ ചായ, കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യ? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്കെന്നെ? ഇഷ്ടമല്ലേ? മാറി ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ? അവന്മാരെ തൂക്കിയെടുത്തുണ്ട്. വേഗം സ്ഥലം വിട്. ഇനി ഈ ഏരിയ കണ്ടുപോരുത്. തോക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോളാം. കോഴിമുട്ട കൊണ്ട് ഒരു 3-4 കോഴിമുട്ട എടുത്തു പാടി. അല്ലെങ്കിൽ വേണ്ട. എടി പെണ്ണേ, ഈ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ?